പണ്ട് കാലത്ത് ഞാൻ കഴുകിയെടുക്കണം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കരിഞ്ചേമ്പോണ്ട് ഒരു പുഴുക്കുണ്ടാക്കാനാണ്. അതിനുള്ള സാധനങ്ങൾ ചേർക്കുകയാണ്. മുളക്, കരിവേപ്പില, ഉള്ളി, ജീരകം എല്ലാം അരച്ചത് ഇതിൽ ചേർക്കുകയാണ്. തേങ്ങ അരച്ചത് ചേർക്കണം. തേങ്ങ അരച്ചതും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു. ആവശ്യത്തിന് ഉപ്പിട്ട് ശേഷം വെള്ളം ചേർത്ത്, കുറച്ച് വെള്ളം മതി, പെട്ടെന്ന് വേണം സാധനം. കുറച്ച് വെള്ളം ചേർത്ത് ഇനി ഞാനിത് വേവിക്കാൻ പോവാണ്. അടുപ്പത്ത് വെച്ച് നാവി ഏറ്റിയെടുത്താൽ മതി. വേവിച്ചെടുത്ത ചേമ്പാണ്. നാവി ഏറ്റിയെടുത്താൽ ആവി കയറ്റാൻ വയ്ക്കുകയാണ് അടുപ്പത്ത്. കുറച്ച് നേരം ഇരുന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല പുഴുക്കാക്കി എടുക്കാം. അതിനെ മമ്മി നട്ട ഈ തക്കാളി ഇല്ലേ, ഞാനിപ്പോ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകുമ്പേ തക്കാളി ഇങ്ങനെ മൂത്തു നല്ല പാകമായിട്ടുണ്ട്. അപ്പൊ ഈ തക്കാളി വെച്ചിട്ടേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ? അത് സ്വന്തം ഉണ്ടാക്കി വെച്ചാൽ മതി. എനിക്കറിയത്തില്ല ഉണ്ടാക്കാൻ. പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റണില്ല. മമ്മിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കൈപ്പുണ്യല്ലേ, കാണിച്ചു കൊടുക്കേ. എനിക്ക് ഇച്ചിരി വേറെ പണിയുണ്ട്, ഞാൻ പോവാ. അർജന്റായിട്ട് വേണ്ട, ഇപ്പൊ എനിക്ക് സമയമില്ല. ഞാൻ തന്നെ വെച്ച മതിയാവുള്ളൂ ഇപ്പൊ. അന്നപ്പോ ഒരു കാര്യം ചെയ്തോ, ഇവിടെ നോക്കി നിന്ന് കണ്ടു പഠിച്ചോളാം. നാളെ എന്നോട് പറയരുത്. നാളെ ഇനി ആ തക്കാളി അല്ല ഇത് കൂട്ടി രുചിയായിട്ടേ ആ തക്കാളി മീൻകറിയും കൂടെ ഒന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞേക്കരുത്. അപ്പൊ എനിക്ക് ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. അതെ, അരച്ചോണ്ട് വന്നല്ലേ? ആ ശരി. ഞാനിത് ചെയ്തെന്ത് കളിയാ? ഇതാ ഇത് നമ്മുടെ വീട്ടിലുണ്ട്, പറമ്പിലുണ്ട്. ചെറിയ തക്കാളി പക്ഷെ ഇത് കാണണ്ടേ, ഞാൻ അങ്ങോട്ട് വരാറില്ല. ഒരു ഓർമ്മയില്ല, നട്ടതാണ്, ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ ഇത് കായുണ്ടായി പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് കൂടിയിട്ട് വെക്കണല്ലേ? ശരി, പുളി വേണ്ട. ഈ തക്കാളിക്ക് പുളി ഉണ്ടല്ലോ, അപ്പൊ പുളി വേണ്ട. ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ എന്തായാലും തക്കാളി അരിഞ്ഞ് റെഡിയാക്കി. ഇനി ഞാനിത് എന്തായാലും കറി വെക്കാണ്ട് പറ്റില്ലല്ലോ, സമ്മതിക്കില്ല എന്നാ പറഞ്ഞത്. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ പിന്നെ അത് അടുപ്പത്ത് വെച്ചേക്കാം, കറി ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇനി ഒരു പ്രാവശ്യം ആകുമ്പോഴത്തേക്കും പഠിച്ചോളൂല്ലോ. അപ്പൊ ഞാൻ കറിയാക്കി കൊടുക്കാൻ പോവാണ്. ആദ്യം തക്കാളിയും മീനും കൂടെ അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചിട്ട് ഈ മുളക് അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, കരിവേപ്പില ഇതൊക്കെ കൂടെ ഇതിലിട്ട് വെള്ളം ഒഴിക്കണം. ഇത് മുളക് പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി ഇടണം. കൂട്ടായിരുന്നു വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കണം. മീൻകറി റെഡിയായെന്ന് നോക്കട്ടെ. പച്ചത്തക്കാളിയും പച്ചമീനും ഇട്ട് വയ്ക്കുന്ന മീൻകറിയാണ്. മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഇച്ചിരി എണ്ണ താളിക്കട്ടെ. ഇച്ചിരി എണ്ണ താളിക്കാൻ പോകണേ. ഉലുവ ഇടണം. മീൻകറിയുടെ എണ്ണ മൂപ്പ് ശരിയായിട്ടുണ്ട്. അതിൽ ചേർക്കാൻ പോവാണ്. ചേർത്തിട്ട് ചേമ്പിന് ഇച്ചിരി താളിക്കാനുണ്ട്. നമ്മുടെ ചേമ്പ് പുഴുക്കായിട്ടുണ്ട്. അതിന് ഇച്ചിരി എണ്ണ താളിക്കണം. എൻ്റെ മുഖത്തേക്കാണ് പൊട്ടിത്തെറിക്കണം. നമ്മുടെ ചേമ്പ് പുഴുക്ക് ഇതിനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഇതിൽ താളിക്കട്ടെ. നല്ലോണം നിറക്കട്ടെ. പൊള്ളി, ഒന്നും പറയാനില്ല. സൂപ്പർ.